മുടി ഇങ്ങനെ ആക്കിയത്. ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടൂലായിരുന്നു. അങ്ങനെ ചേട്ടൻ തന്നെ. പിന്നെ നമ്മുടെ സാഹചര്യം. അപ്പൊ ഞാൻ ചേട്ടനോട് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞു. അച്ഛനാണെങ്കിൽ ഈ ക്രിക്കറ്റ് ഒക്കെ ഉണ്ട്, IPL ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്റെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയിരുന്നാണ് TV കണ്ടിട്ട് വരുന്നത്. ഞാൻ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടൻ നമുക്ക് അച്ഛനൊരു TV വാങ്ങിച്ചു കൊടുക്കാം. ഞങ്ങള് കഴിഞ്ഞ ആഴ്ച TV ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ അച്ഛൻ വേറൊരിടത്തും പോകണില്ല, വീട്ടിൽ ഇരുന്ന് തന്നെ TV ഒക്കെ കാണുന്നു. പിന്നെ സ്പാ ചെയ്യാനൊക്കെ പാർലറിലൊക്കെ എൻ്റെ അടുത്ത് പോകാൻ പറയും കല്യാണത്തിന് മുന്നേ. പിന്നെ അച്ഛന് ചിലപ്പോൾ ഡയാലിസിസ് ഉള്ള സമയത്ത് അച്ഛന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകും. ചേട്ടൻ കൂടെ വന്നപ്പോൾ കുഴപ്പമില്ല, പൈസയൊക്കെ ചേട്ടൻ തരുമായിരുന്നു. ഞാൻ ചേച്ചിയുടെ ദിവസം കാറിൽ പോയിക്കൊണ്ടിരുന്ന ടൈമിൽ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞടാ, അവിടെ TV ഇല്ല, ഇതുപോലെ അവിടെ TV വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ അനു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ നമുക്കിങ്ങനെ ഒരു TV വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ചേട്ടന് താല്പര്യം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം പോയി TV ഒക്കെ വാങ്ങിച്ച് ഇവിടെ വീട്ടിൽ എൻ്റെ അടുത്ത് ഒറ്റ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ ഇനി കല്യാണം കഴിപ്പിച്ച് വിട്ടാലും പഠിപ്പിക്കണം. ആ ഒറ്റ ഒരു കാര്യം മാത്രം എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളൂ. വീട്ടിൽ നിന്ന് അമ്മ ഇങ്ങനെ ഒരുക്കി നടക്കുന്ന പൗഡറും ഇങ്ങനെ ഇട്ട് പൊട്ടു ഇട്ട് ഇവിടെ കുത്തും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ സ്കൂളിൽ അങ്ങനത്തെ ടൈപ്പായിരുന്നു അനു. ഇപ്പൊ ഡിഗ്രി വരെ കോളേജിലായത് വരെ. പിന്നെ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷമാണ് ഞാനിവനെ മൊത്തത്തിൽ അങ്ങ് മാറ്റി. എനിക്ക് മാത്രമല്ല, വീട്ടിലും ഒരു മോനെ കിട്ടി, ആ ഒരു സന്തോഷം എൻ്റെ അവിടെ. ഡ്രീമായിരുന്നു എനിക്കും ഒരു വീട് വെക്കണം അങ്ങനെയൊക്കെ. എന്താ പറയുന്നവർ പലതും പറയും. എന്നാലും ഞാൻ കിടക്കുന്നതൊക്കെ ചേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പോഴായിരുന്നാലും. ഇന്ന് എൻ്റെ വീട്ടിലാണ് ഫുഡും കാര്യങ്ങളും വയ്ക്കണമെങ്കിൽ അടുത്ത ദിവസം ഇപ്പുറത്ത് ചേട്ടൻ്റെ വീട്ടിലായിരിക്കും. കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു 20 ഒരു കോമ്പൗണ്ട്. മതിലൊന്നും കെട്ടിയിട്ടില്ല, ഒറ്റ കോമ്പൗണ്ടാകത്താണ്. വെളിയിലല്ല മതിൽ കെട്ടിട്ടുള്ളൂ, ഒറ്റ കോമ്പൗണ്ടില്ല. അതിന്റെ എന്തിനാണ് മതിൽ കെട്ടി മാറാത്ത അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള സംസാരം. നമുക്ക് ഇത്ര കാലമായിട്ട് അങ്ങനെ ഒരു വേർതിരിവ് തോന്നിയിട്ടില്ല. ഞാൻ വീട് വെച്ചെങ്കിൽ എനിക്ക് വീട് വെച്ചെന്ന് പറയാം ആ ഒറ്റ ദിവസത്തെ ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ എപ്പോഴായിരുന്നാലും നമുക്ക് ഒറ്റ വീടാണ് അങ്ങനെ ഒരു ചിന്ത എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത് എൻ്റെ വീടാണ്, അത് ചേട്ടൻ്റെ വീടാണ്, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കല്യാണം എന്നൊരു ടോപ്പിക്കില് മാറ്റങ്ങൾ വരണം. ഒരുപാട് നാട്ടുകാരെ വിളിച്ച് അവരെ കഷ്ടപ്പെടുത്താതിരിക്കുക. അത് ഒരു കല്യാണം വരുമ്പം നാട്ടുകാരെ കാണല്ലോ നെഗറ്റീവ് പറയാൻ ആൾക്കാരും പോസിറ്റീവ് പറയാനും. അതിൽ കൂടുതൽ നെഗറ്റീവ് പറയുന്നവരായിരിക്കും. പെണ്ണ് അങ്ങനെ അല്ലെങ്കിൽ പയ്യൻ ഇങ്ങനെ എന്നൊക്കെ അതായിരിക്കും ചർച്ച. കല്യാണം കാണലല്ലായിരിക്കും, ഇതായിരിക്കും ചർച്ച. പിന്നെ കുടുംബക്കാരെ അത് ഗേൾസ് കൂടെ സ്റ്റേബിൾ ആയിട്ട് ഞാൻ ഒരു ജോലിയൊക്കെ വാങ്ങിയിട്ടാകുമ്പോ രണ്ടുപേർക്ക് ഈക്വലായിട്ട് പോയാലും അതാകുമ്പോ വേറെ പുറത്തുനിന്ന് എന്തെങ്കിലും സംസാരം വന്നാലും കുഴപ്പമില്ല, സ്വന്തം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയായിരുന്നു. കല്യാണമൊക്കെ അവരവരുടെ ചോയ്സ് ആണ് എങ്ങനെയൊക്കെ എടുക്കണം. ഞാൻ പറയുന്ന കാര്യം, ഇപ്പം ഒരു കല്യാണത്തിലോട്ട് കടക്കുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിയുമ്പോൾ ഭാര്യ ഭർത്താവും പരസ്പരം അറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം വേറെ ആളുകളൊക്കെ പലതും പറയാം ഏത് പഠിക്കായിരുന്നാലും. അപ്പം എൻ്റെ ചേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ആ ഒരു മൈൻഡിൽ ജീവിച്ച ഏറ്റവും പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തതിനു മുമ്പേ അത് അങ്ങോട്ട് കാണിച്ചു. പെട്ടെന്ന് ദേഷ്യം വരും. എന്തിനാ ഏറ്റവും കൂടുതൽ ദേഷ്യം വരും? ചില സമയത്ത് നമ്മളിങ്ങനെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അനു ഇങ്ങനെ അങ്ങനല്ല എൻട്രി. ഞാനിപ്പോ വേറെ ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ എന്തെങ്കിലും പറഞ്ഞിങ്ങനെ പിണങ്ങി ഇങ്ങനെ വന്നിരിക്കുമ്പോഴേക്കും അനു ഇങ്ങനെ വന്നിങ്ങനെ എന്താ പറയാ അവള് കളിക്കിങ്ങനെ പറയുന്നതായിരിക്കും, വേറെ എന്തെങ്കിലും വെച്ച് കളിക്കുന്നത്. ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അത് റിയാക്ട് ചെയ്യുമ്പോൾ ഇവളിങ്ങനെ മുഖമൊക്കെ ഒരുമാതിരിയായി. പിന്നെ ഞാൻ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ നടക്കണം. അനു അങ്ങനെയല്ലടാ ഞാൻ പറഞ്ഞ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പുറകെ നടത്തുന്നുണ്ട് നമ്മള്, വഴക്കിട്ട പുറകെ നടത്തും നമ്മള്. സോൾവ് ചെയ്യും. അല്ലാതാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല. അതിപ്പോ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല. ഇല്ല, എനിക്ക് ഏതൊക്കെ ആളെ ഏറ്റവും കൂടുതൽ മാറ്റിയെടുത്തതൊക്കെ കിച്ചു അല്ലേ? മേക്ക് ഓവർ ഒക്കെ മുടി ഇങ്ങനെ ആക്കിയത്. ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടൂലായിരുന്നു. അങ്ങനെ ചേട്ടൻ തന്നെ. അനു എന്ന് പറയുമ്പോ വേറെ ടൈപ്പാണ്. അനു നന്ന് പഠിക്കുമായിരുന്നു. 10ാം ക്ലാസ്സിൽ 10+ ഉണ്ട്, പ്ലസ് 2 6+ ഉണ്ട്. ഇപ്പം ഡിഗ്രിക്കാണെങ്കിലും ഫുള്ള് ഇതാണ് കേട്ടോ, നല്ല മാർക്കും ഉണ്ടാവും. പഠിക്കാൻ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ എനിക്ക് ഒറ്റ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ ഇനി കല്യാണം കഴിപ്പിച്ച് വിട്ടാലും പഠിപ്പിക്കണം. ആ ഒറ്റ ഒരു കാര്യം മാത്രം എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇവിടെ അങ്ങനെ മോഡേണ എന്താ പറയാ സാധാരണ നോർമൽ ഇപ്പൊ വീട്ടിൽ നിന്ന് അമ്മ ഇങ്ങനെ ഒരുക്കി നടക്കുന്ന പൗഡറും ഇങ്ങനെ ഇട്ട് പൊട്ടു ഇട്ട് ഇവിടെ കുത്തും വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ സ്കൂളിൽ പോയിട്ട് അങ്ങനത്തെ ടൈപ്പായിരുന്നു അനു. ഇപ്പൊ ഡിഗ്രി വരെ കോളേജിലായത് വരെ. പിന്നെ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷമാണ് ഞാനിവനെ മൊത്തത്തിൽ അങ്ങ് മാറ്റി. അനുവിനെ മാറാൻ ഇഷ്ടമുണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സാഹചര്യം,
ചേട്ടൻ കൂടെ വന്നപ്പോൾ കുഴപ്പമില്ല, പൈസയൊക്കെ ചേട്ടൻ തരുമായിരുന്നു. ചേട്ടൻ പൈസ എന്തിനാ ആദ്യം ഞാൻ മുടി സ്ട്രൈറ്റ് ചെയ്തേ. അപ്പം കൊള്ളാൻ തോന്നി. പിന്നെ സ്പാ ചെയ്യാനൊക്കെ പാർലറിലൊക്കെ എൻ്റെ അടുത്ത് പോകാൻ പറയും കല്യാണത്തിന് മുന്നേ. അങ്ങനെ പോയി. എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പം എനിക്ക് മാത്രമല്ല വീട്ടിലും ഒരു മോനെ കിട്ടി, ആ ഒരു സന്തോഷം എൻ്റെ അവിടെ. പിന്നെ അച്ഛന് ചിലപ്പോൾ ഡയാലിസിസ് ഉള്ള സമയത്ത് അച്ഛന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകും. അങ്ങനെ പിന്നെ അച്ഛന് TV വീട്ടിൽ ഞാൻ 10ാം ക്ലാസ്സിലായപ്പോൾ TV കട്ട് ചെയ്തതാണ്. അതിനുശേഷം ഇതുവരെ എൻ്റെ അനിയത്തി ഇപ്പം +2 കഴിഞ്ഞ് TV ഇല്ലായിരുന്നു. അപ്പം ഞാൻ ചേട്ടനോട് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞു. അച്ഛനാണെങ്കിൽ ഈ ക്രിക്കറ്റൊക്കെ ഉണ്ട്, IPL ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയിരുന്നാണ് TV കണ്ടിട്ട് വരുന്നത്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ നമുക്ക് അച്ഛനൊരു TV വാങ്ങിച്ചു കൊടുക്കാം. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച TV ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ അച്ഛൻ വേറൊരിടത്തും പോകുന്നില്ല, വീട്ടിൽ ഇരുന്ന് തന്നെ TV ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ നല്ലൊരു മോനാണ് അല്ലേ ശരിക്കും. എന്തുകൊണ്ട് ഇപ്പം അതിപ്പോ വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണല്ലോ ചെയ്യാ. ഇന്നത്തെ കാലഘട്ടത്തില് ഇപ്പൊ നമ്മളൊരു കല്യാണം കഴിച്ച് വിടുന്ന സമയത്ത് ഒരാളുടെ പാർട്ട്ണർ ആവുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. മെയിൻ ആയിട്ട് കാരണം എന്ന് പറയുമ്പോൾ എന്റെ അമ്മയും ചേച്ചിയൊക്കെയാണ് കേട്ടോ മെയിൻ ആയിട്ട് സപ്പോർട്ട്. ഇപ്പൊ ചേട്ടനാണെങ്കിൽ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞാടാ അവര് ഇങ്ങനെ പോവില്ലടാ, നീ ഒരു TV വാങ്ങിച്ചു കൊടുക്കും. മെയിൻ ആയിട്ട് ഇപ്പൊ ഞാൻ അല്ലാതെ ഞാൻ മെയിൻ ആയിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളില്ല. ഇപ്പൊ അമ്മയാണെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറയും, അമ്മയില്ല ചേച്ചിയാണ് എൻ്റെ അടുത്ത്. ഒരിക്കൽ ഞാൻ ഇങ്ങനെ കാറി പോയിക്കൊണ്ടിരുന്നപ്പോ അപ്പൊ അച്ഛൻ ഇതുപോലെ അനുവിന്റെ അച്ഛൻ വേറെടുത്ത് പോയിട്ട് കളി കണ്ടിട്ട് എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ച്, ഞാനും അനുവിന്റെ അച്ഛനും നല്ല കമ്പനിയാണ്, ഒരു ഫ്രണ്ട്സിനെ പോലെയാണ്. കളി അടിക്കുകയും ചിരിക്കുകയും എന്നോട് പറഞ്ഞ് ആ കളി എത്രയായിരുന്നു ഗൂഗിളിൽ കയറി നോക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡാണ്. ഒരു വല്ലാത്തൊരു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ബോണ്ടാണ്, അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ കളിയൊക്കെ. അപ്പം ചേച്ചി ഇതുപോലെ ഞാൻ ചേച്ചി ഒരു ദിവസം കാറി പോയിക്കൊണ്ടിരുന്ന ടൈമിൽ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എടാ അവിടെ TV ഇല്ല, ഇതുപോലെ അവിടെ ഒരു TV വാങ്ങിച്ചു കൊടുക്ക്. അപ്പം ഞാൻ കാര്യം ഞാൻ അങ്ങനെ ചെറുതായിട്ട് മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഇനി ഓർത്തില്ല. പിന്നെ അമ്മ എന്നെല്ലാം വീട്ടിൽ നിന്നപ്പോൾ ഇതുപോലെ സംസാരം TV ഇല്ല. പിന്നെ അനു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ നമുക്കിങ്ങനെ ഒരു TV വാങ്ങിച്ചു കൊടുക്കാമോ, ചേട്ടന് താല്പര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം പോയി TV ഒക്കെ വാങ്ങിച്ച് അതെല്ലാം സെറ്റ് ചെയ്തിട്ട്. അത് ചോദിക്കട്ടെ, ഇപ്പം ചേച്ചി ഇപ്പൊ പല കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാത്ത പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് കിട്ടണം എന്ന് ചിന്തിക്കും, മിസ് ചെയ്യുന്ന കാര്യങ്ങൾ ചിന്തിക്കും. അവർ ഹാപ്പി ആയിട്ട് ഇരിക്കണം. ചിലപ്പോൾ നമ്മൾ സർപ്രൈസ് കൊടുക്കുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ പണ്ട് കിട്ടാത്തതിന്റെ ഒരു സാധനമായിരിക്കും ചിലപ്പോൾ അത് ചെയ്യുക. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആളുകളെ സന്തോഷിപ്പിക്കണം എന്നതിന്റെ ഒരു കാരണം എന്താ ശരിക്കും ചേച്ചിയോട് ചോദിക്കാൻ? എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവര് ഹസ്ബൻഡ് ഫാമിലിയിലേ ഉള്ളൂ. അപ്പം മാക്സിമം ഇപ്പോൾ എന്താ പറയുക, അവരുടേതായി കഴിഞ്ഞു. ഞാനിപ്പോൾ പുറത്തുനിന്ന് വന്ന ഒരാളായിട്ട് എനിക്കൊരു ഫീല് തോന്നിയിട്ടില്ല. ഇവരാരും എൻ്റെ അടുത്ത് അങ്ങനെ കാണിച്ചിട്ടില്ല. അനുവിൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോഴത്തേനും അവരും എൻ്റെ അച്ഛനും അമ്മയും അവരും നമ്മളുടെ ആളായി മാറിയില്ലേ. അപ്പം അനുവിൻ്റെ അച്ഛനും അമ്മയായിരുന്നാലും ശരി തന്നെ എന്നെ മോളെപ്പോലെ, ഞാൻ മൂത്ത മോള്, രണ്ടാമത് അനു, മൂന്നാമത് അന്ന, അങ്ങനെയാണ് കണക്കായിട്ടുള്ളത്. അപ്പം എനിക്കും അവരുടെ അടുത്ത് ഒരു പ്രത്യേക സ്നേഹമാണ്. എൻ്റെ മക്കളായിരുന്നാലും ഇപ്പം എന്താ പറയുക, സ്വന്തം ചെറുമക്കളെ പോലെയാണ് വളർത്തുന്നത്. അപ്പം ഇവിടെ അച്ഛനും അമ്മയും എൻ്റെ മോൻ്റെ കൊച്ച്, അതാണെങ്കിൽ എൻ്റെ മോളുടെ കൊച്ച് എന്നുള്ള രീതിയിലാണ് അവർ വളർത്തുന്നത്. അപ്പം അത്രയും ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് ഞാൻ അതുകൊണ്ടിട്ടൊക്കെ ഞാൻ അവിടെ എന്ത് കാര്യം വന്നാലും ഞാൻ അവിടെ പോവും, എനിക്കത് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അയ്യോ സന്തോഷം. അത് എപ്പോഴും അങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. ഈ കമന്റ്സ് ഒക്കെ ഇടുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഒരു സൈഡ് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. എനിക്കൊന്ന് കഴിഞ്ഞ തവണയും നെഗറ്റീവ് വന്നപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ വന്നപ്പോഴാണ് കുറെ പേർക്ക് അത് ക്ലാരിറ്റി വന്നത്. ഇത് ഈ ഇന്റർവ്യൂയോട് കൂടി ഒരു ക്ലാരിറ്റി വരും. എല്ലാവരും പറയുമ്പം ഞാനും അനുവിന്റെയും കല്യാണം കഴിഞ്ഞ അവരുടെ വീട്ടിലേക്ക് അനുവിന്റെ അമ്മ അച്ഛനൊക്കെ മിണ്ടുമല്ലോ, നമ്മളത് ഭയങ്കര കാര്യമാക്കണം. അപ്പം ചിലര് കമന്റ് കിട്ടും ചേച്ചി ഭയങ്കരമായിട്ട് അത് ഫീൽ അങ്ങനെ ഇല്ല. കഴിഞ്ഞ ആഴ്ച പോയി ചേച്ചി അവിടെ നിന്നിട്ടാണ് വന്നത് അനുവിന്റെ വീട്ടില്. എന്റെ മക്കളെ അത്രയും നല്ല കെയർ ആയിട്ടാണ് നോക്കുന്നത്. ഇപ്പൊ ലക്കയെ വിളിക്കാൻ ചിലപ്പോ നമ്മളാരും വീട്ടിലില്ലെങ്കിൽ മാമനാണെങ്കിൽ പോകും. ചിലപ്പോ വയ്യാതെ കിടക്കുന്നുണ്ടായിരിക്കും, പക്ഷെ മാമൻ ഞാൻ പോയി വിളിക്കാൻ എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊടുത്ത് മേലൊക്കെ കഴുകിയാണ് വീട്ടിൽ കൊണ്ടുവന്ന് ഭയങ്കര സ്നേഹമാണ്. ഇപ്പൊ വീട് എന്ന് പറഞ്ഞ എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ്. എനിക്ക് കിച്ചുവിന്റെ ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമാണ് വീട് എന്ന് പറയുന്നത്. സോ അത് സംഭവിച്ചു, അതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. ഇപ്പം വീടിപ്പൊ എന്തിനു വെച്ചു എന്നതും ആൾക്കാരുടെ കമന്റ്സിൽ കൂടുതൽ ചോദിക്കുന്നുണ്ട്. അതിനൊരു മറുപടി എന്നോളം വീട് എന്ന് പറയുന്നത് കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു പ്രധാന ആവശ്യം? ഡ്രീം ആയിരുന്നു എനിക്കും ഒരു വീട് വെക്കണം. അങ്ങനെയൊക്കെ എന്താ പറയുന്നവർ പലതും പറയും. എന്നാലും ഞാൻ കിടക്കുന്നതൊക്കെ ചെയ്യേണ്ട വീട്ടിലാണ് ഇപ്പോഴായിരുന്നാലും. മാറാനും പറ്റില്ല. ഇല്ല, നമ്മളെല്ലാം നിൽക്കുന്നു. ഇപ്പോൾ ഒരാളെ വീട്ടിൽ ഇന്ന് എൻ്റെ വീട്ടിലാണ് ഫുഡും കാര്യങ്ങളും വയ്ക്കണമെങ്കിൽ അടുത്ത ദിവസം ഇപ്പുറത്ത് ചെയ്യേണ്ട വീട്ടിലായിരിക്കും. നമ്മൾ കിടക്കുന്ന മൊത്തം ചെയ്യേണ്ട വീട്ടിൽ. പിന്നെ നിൽക്കുകയും ലക്കുകയും വിട്ട് നമുക്ക് അങ്ങനെ മാറി. പിന്നെ
കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു 20 ഒരു കോമ്പോ ഒരു കോമ്പൗണ്ട്, മതിലൊന്നും കെട്ടിയിട്ടില്ല, ഒറ്റ കോമ്പൗണ്ടാത്താണ്, വെളിയിലല്ല മതിൽ കെട്ടിയിട്ടുള്ളൂ, ഒറ്റ കോമ്പൗണ്ടില്ല. ആൾക്കാർക്ക് ഇങ്ങനെ കുശുമ്പത്തിനും ഉണ്ട്. അതിന്റെ പേരിൽ എന്തിനാണ് മതിൽ കെട്ടി മാറാത്ത അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംസാരമുണ്ട്, ഇങ്ങനെ മാറിക്കോ എന്നൊക്കെ ഒരു അങ്ങനെയൊക്കെയുള്ള സംസാരം. എനിക്ക് നിങ്ങളെ പെയിന്റ് ആയാലും എല്ലാം ഒരുപോലെയല്ലേ ചെയ്തത്, അത് ഭയങ്കര രസമായിരുന്നു. അത് ആരുടെ ഐഡിയ ആയിരുന്നു? ആ ചേട്ടൻ എന്നെ വിളിച്ചു പറയും, ചേട്ടൻ എന്നെ വിളിച്ചു ഇവിടെ കിച്ചു ഇങ്ങനെ ഇന്റർലോക്ക് ഒരേപോലത്തെ ഇടും, ഞാൻ എടുത്തതിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ ചേട്ടൻ വിളിച്ചു പറയും. അപ്പൊ ഞാൻ അതുപോലെ തന്നെ ഒരുമിച്ച് തന്നെ ഇന്റർലോക്ക് ഇട്ടതും ഒരേ മിറ്റമാണ്, എന്റെയും ചേട്ടൻ്റെ ഒരേ മിറ്റത്തിൽ രീതിയിലോ ഒരേ രീതിയിൽ ചെയ്തിരിക്കുക. അങ്ങനെ മതിൽ അങ്ങനെ സെപ്പറേറ്റ് ഒന്നുമില്ല. നമുക്ക് ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു വേർതിരിവ് തോന്നിയിട്ടില്ല. ഞാൻ വീട് വെച്ചെങ്കിൽ എനിക്ക് വീട് വെച്ചെന്ന് പറയാം ആ ഒറ്റ ദിവസത്തെ ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ എപ്പോഴായിരുന്നാലും നമ്മൾ ഒറ്റ വീടാണ് അങ്ങനെ ഒരു ചിന്ത എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത് എന്റെ വീടാണ്, അത് ചേട്ടന്റെ വീടാണ്, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ അച്ഛനും അമ്മയും ഇത് നിങ്ങളുടെ 2 മക്കളുടെ സക്സസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടല്ലോ. അവരിതിന്റെ ഒരു പാർട്ടും കൂടെയാണല്ലോ. അപ്പൊ ഇത്ര കമന്റ്സ് വരുമ്പോ അവരെങ്ങനെയാ അത് എടുക്കുന്ന രീതി? അവർക്ക് അറിയാം, അമ്മ പറയാം അവര് എന്ത് പറയുന്നവര് പറഞ്ഞോണ്ട് പോട്ട്, എന്റെ മക്കളെ എനിക്ക് അറിയാമല്ലോ, അങ്ങനെയാണ് അമ്മ പറയണത്. ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള അമ്മ. അച്ഛനെക്കാളും ഭയങ്കര സപ്പോർട്ട് അമ്മയാണ്, എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട്. അമ്മയാണ് എല്ലാത്തിലും കൂടെ. നിങ്ങളുടെ കട്ടൊക്കെ നിങ്ങളൊന്ന് ഡൗൺ ആയാലും അമ്മയാണ് ചേർത്ത് പിടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ മൂക്കുത്തി കുത്തിയത് അന്ന് ഇന്റർവ്യൂവിന്റെ സമയത്ത് ഇങ്ങനെ കുത്തും എന്ന് പറഞ്ഞ് കുത്തി. സോ അങ്ങനെ ചേച്ചി എടുത്ത് ഇങ്ങനെ പല ആഗ്രഹങ്ങളും സാധിക്കണമെങ്കിൽ നിങ്ങൾ 2 പേരും അത് ചേച്ചി എടുത്താണോ പോയി പറയാ? ചേച്ചിയുടെ പറയില്ല, ചേച്ചി അറിയാതെല്ലാം ചെയ്ത് സർപ്രൈസ് ആയിരുന്നു. ചേച്ചി ഇപ്പൊ അനുവിന്റെ ബർത്ത്ഡേക്ക് എന്നാലും ചേച്ചി കൊണ്ടുപോയി നേരത്തെ വാങ്ങി മൂക്കുത്തി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, എന്നിട്ട് പോയി കുത്തി. ഞാൻ വിചാരിച്ചു ഞാൻ പോയി മൂക്കുത്തി കുത്തി വാങ്ങി ഇട്ട് കൊടുക്കായിരുന്നു എന്റെ സർപ്രൈസ് ആയിരുന്നു. അതിനു മുമ്പ് ചേച്ചി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി പോയി കുത്തി. അതുപോലെയാണ് എന്റെ ചേട്ടന് കഴിഞ്ഞ ലീവിന് വന്നപ്പോ ഇതുപോലെ സ്റ്റഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേട്ടന് ചോദിച്ചു, ചേട്ടാ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. ചേട്ടന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ചേച്ചി ഉണ്ടായിരുന്നു. അത് അത്രയും പറഞ്ഞിട്ട് ഞാൻ അതങ്ങ് അവിടെ വിട്ടു, വേറെ ഒന്നും സംസാരമൊന്നുമില്ല. ഞാൻ ആ കാര്യങ്ങൾ വിട്ടു. പിന്നെ എന്റെ ബർത്ത്ഡേക്ക് നമുക്ക് എന്തോ സാധനം വാങ്ങാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചോണ്ട് പോയിട്ട് അവിടെ നിന്ന് എനിക്ക് സ്റ്റഡ് ഇതെങ്ങനെയാ? ഇതിപ്പോ കൂടെയുള്ള ആൾക്കാരുടെ സന്തോഷത്തിന് വാല്യൂ കൊടുക്കുക, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി നിൽക്കുക, അതൊരു ഫാമിലി ഒരാളെങ്കിലും ഉണ്ടാവും. അതെന്തുകൊണ്ട് അത് ഏറ്റെടുക്കാം, അങ്ങനെ ചെയ്യാമെന്നൊരു തോട്ട് എങ്ങനെയാ വരുന്നത്? അത് നമുക്ക് എപ്പോഴും കൂടെ വേണം. പിന്നെ കിച്ചു വരുന്നാലും അനു വരുന്ന നമ്മൾ കൂടെപ്പിറപ്പാണല്ലോ. അപ്പോൾ കൂടെപ്പിറപ്പിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും അവരെന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പം അവിടെ അവർക്ക് എൻ്റെ ചേച്ചി എനിക്കത് വാങ്ങി തന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ ചേച്ചി എനിക്കത് ചെയ്ത് തന്നല്ലോ എന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷം വരൂലേ, അതാണ് എൻ്റെയും സന്തോഷം. ഇവരെല്ലാം ഈ ഒരു കണക്ഷൻ കണ്ട അസൂയ തോന്നാറുണ്ടോ ശരിക്കും? എനിക്കാ ബോണ്ട് കണ്ടിട്ട് ഭയങ്കര രസമുള്ള ബോണ്ടാണല്ലോ. എനിക്കാണ് ചേച്ചിയുടെയും ചേട്ടൻ്റെയും. അത് ഒരിക്കലും തകരാതെ പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ചേച്ചി. എനിക്ക് അസൂയ അങ്ങനെയൊന്നുമില്ല. അത് ഞാൻ ഇപ്പൊ എനിക്കൊരു വിഷമം വന്നാലും ചേട്ടയില്ലെങ്കിൽ എനിക്ക് ചേച്ചിയുടെ അടുത്ത് തീർച്ചയായും ഓപ്പൺ ആയിട്ട് പറയാം. അങ്ങനെ ഒരു ചേച്ചിയാണ്. ഞങ്ങളിപ്പം എവിടെ പോയാലും ചേച്ചിക്ക് ഒരു ആവശ്യം വന്നാൽ ഞാൻ പോവും, എന്റെ കൂടെ ചേച്ചി വരും, അങ്ങനെയൊക്കെയാണ് ഞങ്ങള്. അതുകൊണ്ട് അതിലൊരിക്കലും ഇനി ആരായിട്ടും ഒരു പിള്ളേര് വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊറേ കണ്ണു വെക്കാതിരിക്കട്ടെ. കാരണം അങ്ങനെ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാനുള്ള ഒരു സ്പേസ് കിട്ടാന്ന് പറയുന്നത് കിട്ടാത്ത ആളുകൾക്കാണ് പ്രശ്നം. കിട്ടിയ ആളുകൾക്ക് ഞാനും അനുവില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അടിയുണ്ടാവും. ചുമ്മാ കൂടി ഞാൻ മെയിനായിട്ട് അനുവിന് ഭയങ്കരമായിട്ട് കളിയാക്കി കൂടെ കിടക്കും. ഇവിടെ നിൽക്കുന്ന ഒരാളെ അല്ല, ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാരും ഭയങ്കര കുട്ടിക്കളിയാണോ? കളിയാക്കി അൾട്ടിമേറ്റ് എനിക്ക് ദേഷ്യം അങ്ങനെ കളിയാക്കി. എനിക്കിപ്പോഴും കല്യാണം കഴിച്ചെന്നൊരു ഫീൽ എനിക്ക് തോന്നി നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോ. ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് ഇത്ര ഏജായി, അങ്ങനത്തെ രീതിയിൽ പക്വതയായിട്ട് നിൽക്കണം, അങ്ങനത്തെ രീതിയിൽ എനിക്ക് വീട്ടിൽ പോയാൽ തോന്നുന്നില്ല. ഞാൻ ലക്കി ആയിരുന്നാലും നിക്കി ആയിരുന്നാലും ഞാൻ അവരെ പോലത്തെ ഒരാളുടെ പോലത്തെ രീതിയിൽ കൊച്ചായിട്ട് കളിച്ചോണ്ട് എനിക്ക് അവരെന്ന് ചോക്ലേറ്റ് തട്ടിപ്പറിക്കുക അങ്ങനെയുള്ള വികൃതി സ്വഭാവമൊക്കെയാണ് എനിക്ക് കൂടുതൽ ആഗ്രഹം. ഇപ്പൊ എനിക്കിപ്പോ ഓടി കളിച്ച് ഇപ്പൊ വല്ലതും കഴിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കിത് ഞാൻ പിടിച്ചു വാങ്ങിച്ചിട്ട് ബാ തുറന്ന് പറഞ്ഞിട്ട് അത് ഞാൻ എടുത്ത് കഴിക്കുക. അങ്ങനെയുള്ള എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പിന്നെ അത് കണ്ടില്ല കേട്ടില്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. എന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. ഞാൻ അവരെ പോലെ ഞാൻ അവനെ ലക്കിൽ കൂട്ടത്ത് കളിച്ചോണ്ട് നടക്കും. ഇവൻ കുറച്ച് മീൻ വാങ്ങി ഇപ്പൊ ലക്കിയാൽ വന്നിക്കുമ്പോ ഇനി അടുത്ത് വേറെ മീൻ വാങ്ങാം, അങ്ങനത്തെ രീതിയിലുള്ള മൈൻഡാണ് എന്റെ. അവരെ കൂട്ടത്തിന് കളിച്ചോളും. പിന്നെ അനുവിന് വല്ലതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ കളിയാക്കി ഭയങ്കരമായിട്ട് കളിയാക്കും. കുറച്ചു നേരം മുൻപ് വരെ കളിയാക്കിക്കൊണ്ടാണ് അനുവിന് ഭയങ്കര കളിയാക്കും. പിന്നെ അപ്പോഴേക്കും അനുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ദേഷ്യം വന്ന് കുറച്ചു നേരം നിന്നിട്ട് അനു ഇടിക്കുക ചേച്ചി എന്നെ കയ്യിൽ അടിക്കുകയും ഞാൻ കുറച്ചേരം മിണ്ടായിരിക്കും. എന്നിട്ട് ചേച്ചി വരുമ്പോൾ ഇന്നും പിണങ്ങി. അപ്പോൾ ചേച്ചി പറയാം ഇപ്പം അങ്ങനെയൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അപ്പം അങ്ങനെയൊക്കെയാണ് കളിയാക്കണത്. ഒരു 2 വീട്ടിൽ ചേച്ചി മാറിയത് ഞാൻ ചേച്ചിയെ ചുമ്മാ കൂടി ഇങ്ങനെ വെച്ച് ചേച്ചിയെ കളിയാക്കാൻ തുടങ്ങും. പിന്നെ ഇവർ ഒറ്റ കെട്ടായിരിക്കും. പിന്നെ ഞാൻ ഒന്നും അറിയാത്തല്ല മിണ്ടായിരിക്കും. പിന്നെ
അതുപോലെ തന്നെ നിക്കിയൊക്കെ അപ്പം കളിച്ചോണ്ടിരിക്കും, പിന്നെ അവരെ കൂടെ അങ്ങ് ആവും. ആ ഒരു മൈൻഡാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കല്യാണം കഴിയുമ്പോ ഈ ഒരു കുറച്ച് മെച്ചൂർഡ് ആവും എന്ന് വിചാരിക്കുമല്ലോ ചേച്ചി, കല്യാണം കഴിഞ്ഞിട്ട് ഇവരെ അതിനെക്കാട്ട് അൺമെച്ചൂർഡ് ആയിട്ട് മാറിപ്പോയിന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നെ എത്ര പ്രാവശ്യം വീട്ടില് പിന്നെ നമ്മൾ സ്ഥിരം കാണും, കണ്ട് 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 ഇപ്പോഴത്തെ എന്തോ ചെയ്തോണ്ട് പോകും. അമ്മ എന്നെ മെയിനായിട്ട് ഒരു ദിവസം പോലും ഇത്ര ദിവസമായിട്ട് ഇന്ന് എന്നെ കണ്ടിട്ടില്ല. ഇന്ന് രാവിലെ ഇറങ്ങി വന്നപ്പോഴാണ് കണ്ടത്, അപ്പോഴും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാ ദിവസവും പറയുന്നത് കല്യാണം കഴിച്ച് തരണ്ട എല്ലാം കിച്ചു, ഇതുകൊണ്ട് കൊച്ചു പിള്ളേരെ പോയി കളിച്ചോണ്ടോടാ, അങ്ങനത്തെ രീതിയിലാണ് എപ്പോഴും പറയുന്നത് തന്നെ. ചേട്ടൻ പിന്നെ കുറച്ചൊക്കെ മാറ്റമുണ്ട്. എന്തൊക്കെ മാറ്റമുണ്ട് ആള് കല്യാണം കഴിഞ്ഞ ശേഷം? പ്രേമിക്കുമ്പോ ഒരാളായിരിക്കും, കല്യാണം കഴിക്കുമ്പോ മാറ്റം അവർക്ക് കറക്റ്റ് മനസ്സിലാവുമല്ലോ. എനിക്ക് അങ്ങനെ ഒരു മാറ്റം എടുത്തത് ഇപ്പോഴാണെങ്കിൽ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒരു 7 മണി തൊട്ട് ഒരു 10 മണി വരെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരും. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മളൊരു 7-8 പേരുണ്ട്. എല്ലാവരും എൻ്റെ വീടിൻ്റെ ആ കോമ്പൗണ്ടിൽ വന്നിരിക്കും. നമ്മളെല്ലാവരും ഒരുമിച്ച് ഫോണിൽ മിനിയൂറ്റ് കളിക്കുന്നുണ്ട്. അവിടെ നിന്ന് എല്ലാവരും കളിക്കും എല്ലാ ദിവസവും സ്ഥിരമായിട്ട്. ഇന്നലെയും കൂടി നമ്മൾ കളിച്ചിട്ട്, ഇന്നലെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവനെ നമ്മൾ കേക്കൊക്കെ കുറിച്ച് അങ്ങനെ കുറച്ച് കുളമാക്കിയിട്ടാണ് ഇന്നലെ വന്നത് തന്നെ. എല്ലാ ദിവസവും. അന്ന് ഞാൻ എങ്ങനെയായിരുന്നു, എനിക്കായിട്ട് ഒരു ചേഞ്ച് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ചേഞ്ച് ആയിട്ട് തോന്നിയെന്ന് പറയുമ്പോൾ അനുവിൻ്റെ വീട്ടുകാരെയൊക്കെ ഒന്ന് നോക്കണം, കുറച്ച് അങ്ങനത്തെ ഇത് മാത്രം മൈൻഡായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അല്ലാതെ അനു വീട്ടിൽ വന്നെന്ന് പറഞ്ഞ് എനിക്ക് വേറൊരു ഇത് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അനു പറയൂ, അനുവിനാണ് മനസ്സിലാവും മാറ്റങ്ങള്. അല്ല, ചേട്ടന് കുറച്ച് ഇങ്ങനെ ചിന്തിക്കുന്ന രീതിയൊക്കെ മാറി. പിന്നെ പിന്നെ ചില സന്ദർഭത്തിൽ ചുരുങ്ങി ഇതിൽ ഞാൻ കാണാറുള്ളൂ. പിന്നെ എന്റെ കയ്യിൽ പൈസ കിട്ടിയാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് വാങ്ങും, മേക്കപ്പിന് സാധനങ്ങൾ. അപ്പൊ ചേട്ടൻ ഇങ്ങനെ പറയും പൈസയൊന്നും അടിച്ച് തീർക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു തരും, സേവ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അങ്ങനെ കുറച്ച് ചിന്തകളൊക്കെ അങ്ങ് മാറി. അല്ലാത്ത മാറ്റങ്ങളൊന്നുമില്ല. അല്ലാതെ പഴയ കിഷോർ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ആളില്, സംസാരത്തിലായാലും? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ കണ്ട കിച്ചു തന്നെ. ഞാൻ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഫ്രണ്ട്സ് ഒന്ന് കളിക്കുമല്ലോ, അപ്പോൾ ഫ്രണ്ട്സിൻ്റെ വന്ന് കളിക്കുമ്പോൾ അനുവിനോട് പറയണം നീ ഈ ഗെയിം എടുക്കുക, നമുക്ക് കളിക്കാം, ഒരുമിച്ച് കളിക്കുക. എന്നിട്ട് ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ തന്നെ ഇവിടെ ആടി വെച്ച് കൊല്ലും, കളിയാക്കിക്കൊണ്ട് നടക്കും. അതാണ് മെയിൻ ഹോബി ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഈ സക്സസ് ആയിട്ടുള്ള മാരേജ് കാണുന്ന സമയത്ത് പല കല്യാണം വേണ്ട എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വരെ കല്യാണം കഴിച്ചാലും ഇത് ചിന്തിക്കും. ഇപ്പം ഇയാള് ചിന്തിച്ചു എനിക്ക് കല്യാണം കഴിക്കണം. സോ ഓക്കെ, ഈ കല്യാണ ടോപ്പിക്കില് ഇന്നൊരു കാര്യം മാറിയിരുന്നെങ്കിൽ കുറെ കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീധനം എന്നത്, ഇപ്പൊ സ്ത്രീധനം വാങ്ങാത്ത ആളുകൾ കല്യാണം കഴിച്ചു, സ്വന്തമായി വരുമാനത്തിന്റെ പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നവരുണ്ട്. സോ ഭയങ്കര ലളിതമായി മാരേജ് ചെയ്യുന്നവരുണ്ട്. സോ അങ്ങനെ കല്യാണം എന്നൊരു ടോപ്പിക്കില് മാറ്റങ്ങൾ വരണം അങ്ങനെ തോന്നിയിട്ടുള്ള കാര്യം എന്താ? ഒരുപാട് നാട്ടുകാരെ വിളിച്ച് അവരെ കഷ്ടപ്പെടുത്താതിരിക്കുക, വലിയ പോയിന്റാ അല്ലേ? നമ്മൾ അറിയപ്പെടുന്ന കുറച്ച് ആൾക്കാർ വെച്ചിട്ട് ഒരു ചെറിയ ചടങ്ങ് ചെയ്യാം, വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമായിട്ടുള്ളത്. ഓക്കെ, അത് ഒരു കല്യാണം വരുമ്പം നാട്ടുകാർ കാണല്ലോ, നെഗറ്റീവ് പറയാനും ആൾക്കാരും പോസിറ്റീവ് പറയാനും. അതിൽ കൂടുതൽ നെഗറ്റീവ് പറയുന്നവരായിരിക്കും പെണ്ണ് അങ്ങനെ അല്ലെങ്കിൽ പയ്യൻ ഇങ്ങനെ എന്നൊക്കെ, അതായിരിക്കും ചർച്ച. കല്യാണം കാണലല്ലായിരിക്കും, ഇതായിരിക്കും ചർച്ച. അതെ, പിന്നെ കുടുംബക്കാരെ അത് ശരിയാ. ഇവിടെ എന്തോന്നു ഗേൾസ് കൂടെ സ്റ്റേബിൾ ആയിട്ട് ഞാൻ ഒരു ജോലിയൊക്കെ വാങ്ങിയിട്ടാകുമ്പോ രണ്ടുപേർക്ക് ഈക്വലായിട്ട് പോകാമല്ലോ. അതെ, അതാകുമ്പോ വേറെ പുറത്തുനിന്ന് എന്തെങ്കിലും സംസാരം വന്നാലും കുഴപ്പമില്ല, സ്വന്തം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയല്ലേ. ശരിയാ, അതൊരു പോയിന്റാണ്. ഇവിടെ അനു ഇത് രണ്ടും കറക്റ്റാണ്. പിന്നെ കല്യാണമൊക്കെ അവരവരുടെ ചോയ്സാണ് എങ്ങനെയൊക്കെ എടുക്കണമെന്ന്. ഞാൻ പറയുന്നൊരു കാര്യം, ഇപ്പം ഒരു കല്യാണത്തിലോട്ട് കടക്കുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും പരസ്പരം അറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം വേറെ ആളുകളൊക്കെ പലതും പറയാം, ഏത് വഴിക്കായിരുന്നാലും. അപ്പം എൻ്റെ ചേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം, അങ്ങനെ ആ ഒരു മൈൻഡിൽ ജീവിച്ചാൽ മതി. അല്ലാതെ കല്യാണമൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അതെ, വണ്ടർഫുൾ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് പറയണം. പൊതുവെ കപ്പിൾസിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ ഇത് വേണോ, മാറ്റം വേണോ എന്ന് തോന്നുന്ന ഒരു കാര്യം, അത് അതിനോട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലേ എന്നതാണ് കാര്യം. ഓക്കെ, ആദ്യത്തത് പാസ്വേഡ് സോഷ്യൽ മീഡിയ ആൻഡ് ഫോൺ രണ്ടുപേരും ഷെയർ ചെയ്യുന്നതിനെ കൂടെ എന്താണ് അഭിപ്രായം? പ്രൈവസി സ്വന്തമായിട്ടുള്ള അതിൽ രണ്ടുപേരുടെ വന്ന് ട്രസ്റ്റ് ഇല്ലാത്ത പോലെ നമ്മൾ പാർട്ട്ണറിനെ ട്രസ്റ്റ് നമുക്കില്ലാത്ത, അതുപോലെ അവർക്ക് എന്നാലും നമ്മളെ പാസ്വേഡ് ആയിരുന്നാലും അവരുടെ പാസ്വേഡ് നമ്മൾ വാങ്ങുന്നത് ട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളാണ്. അതെ, ഓക്കെ, സ്വന്തമായിട്ടുള്ള പ്രൈവസി അല്ലേ, പ്രൈവസി വേണം. അത് മിക്കവാറും ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കോ ചോദിക്കുന്നുണ്ടാവുക, അങ്ങനെ ആയിരിക്കാം. പിന്നെ എപ്പോഴും അതായിരിക്കും മനസ്സിൽ, അവര് സ്നേഹിക്കണോന്ന് അല്ലെങ്കിൽ അങ്ങനൊന്നും തോന്നൂല. ലൈഫ് പിന്നെ അങ്ങ്
ഡൗൺ ആയി പോകും. എപ്പോഴും ഒരു പ്രൈവസി ഉണ്ടാവണം അല്ലേ? പ്രൈവസി പിന്നെ ട്രസ്റ്റ് എപ്പോഴും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതില്ല, ആ ലൈഫില്ല പിന്നെ. ഇപ്പം ഒരാളുടെ പ്രൈവസി എന്ന് പറയുന്നത് അയാളുടെ ഫോണായിരിക്കും അതെ അല്ലേ? അതെ. അപ്പൊ അതിന്റെ പാസ്വേഡ് ഒക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കി ചെക്ക് ചെയ്ത് അപ്പൊ നമ്മുടെ മനസ്സിൽ എന്നെ സംശയം ഉള്ളതുകൊണ്ടല്ലേ ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യണേ എന്ന് തോന്നും. അഥവാ അങ്ങനെ ഫോൺ ഇങ്ങനെ അഥവാ നമ്മുടെയൊക്കെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലായിരിക്കും, എങ്കിൽ ഫോൺ ഇങ്ങനെ തന്നിട്ട് അവരുടെ ഫേസ് മാറി എന്തെങ്കിലും പോകുമ്പോൾ നമുക്ക് ഇവന്തിങ്ങനെ ഇയാളെന്നിങ്ങനെയൊക്കെ മാറി അങ്ങനെയൊക്കെ ഉള്ള ഇത് തോട്ട് വരും. പിന്നെ അതായിരിക്കും ടെൻഷൻ. അതെ. പിന്നെ എന്ത് കാര്യം ചോദിച്ചിരുന്നാലും നമ്മൾ അഥവാ എന്ത് പറഞ്ഞിരുന്നാലും അത് അക്സെപ്റ്റ് ചെയ്യൂല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ശരിയാ. ഇന്നത്തെ കാലത്ത് സിറ്റുവേഷൻ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് മാറി പല ഷിപ്പുകളും വന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. മര്യാദക്ക് ഒരു റിലേഷൻഷിപ്പ് ഇവിടെ വർക്ക് ആവുന്നില്ല. സോ അങ്ങനെ പുതിയ പുതിയ ഷിപ്പിന്റെ പേരൊക്കെ കേൾക്കുമ്പോ എങ്ങനെയാ തോന്നുന്നു നിങ്ങൾക്ക്? അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു തോന്നുന്നുണ്ടോ? നമ്മളൊക്കെ പഠിച്ച സമയത്തല്ലേ ചേച്ചി, നമ്മളൊക്കെ പഠിച്ച സമയത്ത് കണ്ണും കണ്ണുള്ള പ്രണയമായിരുന്നു. സംസാരിക്കുമ്പോ 90s എന്ന് പറയുന്നത് നമ്മളൊക്കെ സംസാരം പോലും അടുത്തുനിന്നില്ല, ഭയങ്കര പേടിയായിരുന്നു. ദൂരെ നിന്നുള്ള ഐ കോണ്ടാക്റ്റും അങ്ങനെയൊക്കെ ആയിരുന്നു, ദൂരെ നിന്നുള്ള സംസാരവും, പിന്നെ ലെറ്റർ എഴുതി കൊടുക്കുക, അങ്ങനെ പിന്നെ കൂട്ടുകാരെ പറഞ്ഞു വിടുക, അങ്ങനെയൊക്കെ. ഇപ്പൊ അതൊന്നെല്ലാം മാറി. ഇപ്പൊ എല്ലാം ഡയറക്റ്റ് അവര് സംസാരിക്കുന്നു. ഇപ്പൊ എന്തൊക്കെയാ സിറ്റുവേഷൻഷിപ്പ് എന്തൊക്കെയാ പറയുന്നത്, അങ്ങനെയൊക്കെ എല്ലാം മാറി. ഇവിടെ പ്രണയങ്ങൾ മാറ്റങ്ങൾ എങ്ങനെയാ കാണുന്നത്? പ്രത്യേകിച്ച് സജഷൻസ് ഒന്നും ഇല്ല, എല്ലാം നല്ലതാണ്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. ചതിക്കുഴിയിലേക്ക് വീഴണുണ്ട്, അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യാം, അത്രേ ഉള്ളൂ. അത്രയുള്ളൂ. അടുത്ത് ചോദിക്കട്ടെ, ഈ ആദ്യ രാത്രിയിൽ പാല് കൊണ്ടുവരുന്ന പരിപാടി നല്ലതാണോ മോശമാണോ? അത് എന്തിനാ പാല് കൊണ്ടുവരുന്നതെന്ന് അറിയോ? എനിക്കറിയില്ല. ഒരു ആചാരം, അത് അമ്മ തരും, നമ്മൾ കൊണ്ട് കൊടുക്കും, നമ്മൾ കുടിക്കുന്നു, നമ്മൾ സിനിമയിൽ കാണുന്നു, അത്രേ ഉള്ളൂ. അത് ഫോളോ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു മാറ്റം എങ്ങനെ തോന്നുന്നു? പാല് കുടിക്കുന്നവരാണെങ്കിൽ കുടിക്കട്ടെ, ശീലങ്ങൾ മാറ്റണ്ടെന്നൊക്കെ. ഇപ്പൊ പിന്നെ അതൊരു ട്രെൻഡിങ് ആണല്ലോ റീൽസിലൊക്കെ. അതെ അതെ. ഇപ്പം ഒരു ആദ്യരാത്രി എനിക്ക് അതൊരു റീൽ കോണ്ടന്റാ. അതെ, അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് കസിൻസ് എല്ലാരും കൂടെ ഭയങ്കര ജോളിയായിട്ട്. നിങ്ങളുടെ എങ്ങനെയായിരുന്നു? ഇവര് ഭയങ്കരമായിട്ട് ശല്യം ചെയ്തില്ല, ഒരു ശല്യമില്ലായിരുന്നു. മെയിനായിട്ട് എനിക്ക് പേടി ചേട്ടനും ഫ്രണ്ട്സിനെ ഒക്കെ ആയിരുന്നു. ഉള്ളത് ഏറ്റവും പേടി ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പണികൾ തരും. അങ്ങനെ എന്നെ കുതിര പുറത്തൊക്കെ കല്യാണം കഴിഞ്ഞ് കെട്ടിക്കൊണ്ടുവന്നപ്പോ തലേദിവസമാണെങ്കിൽ പടക്കം പൊട്ടിച്ച്, പടക്കം മറ്റേ കമ്പമില്ല ഉയരോട്ട് പോയി പൊട്ടുന്നു, ആ സാധനം എൻ്റെ ഫ്രണ്ട്സ് തന്നെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും കൂടെ ഒരു 10-60 കൂടുതൽ പേര് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ കൂടുതലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഈ കമ്പം ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ട്സും കൂടി പോയി കമ്പമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. കമ്പം തറയിലാണ് വെച്ചത്. കമ്പം നേരെ തിരിഞ്ഞ് നിന്ന് ആൾക്കാരുടെ ദേഹത്തൂടി എല്ലാം കമ്പം തെറിച്ച് എല്ലാവരും 5-10 വാക്കായിട്ട് ഓടി. അങ്ങനെയൊക്കെ ഉണ്ടായി വിഷയങ്ങൾ. അപ്പൊ ഈ ഫസ്റ്റ് നൈറ്റിന് രക്ഷപ്പെടുത്തി ഒന്നും ചെയ്തില്ല. റെസ്റ്റ് എടുത്തോട്ട് പാവങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. ചേട്ടന് ഇവിടെ ആ റോക്കറ്റ് ഒന്ന് ഒറ്റയടി ആദ്യം ചേട്ടന്റെ ഇവിടെ ചേട്ടന്റെ ചുണ്ട് പൊത്തു. അന്ന് എന്റെ ഫോട്ടോസിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്റെ കല്യാണത്തിന് തടിച്ചത് ഇവിടുന്ന് അതൊന്നും ഇടിച്ചു. അങ്ങനെ അയ്യോ ചേട്ടൻ എനിക്ക് വേണ്ടായിരുന്നു. അത് അവിടത്തോടെ അങ്ങ് തീർന്നു. അച്ഛനൊക്കെ ഭയങ്കര സീനുണ്ടായി, അവിടെ ആൾക്കാരും കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് അന്നത്തോടെ അങ്ങ് തീർന്നു. പിറ്റേ ദിവസമായപ്പോ കുതിര, ബാൻഡ് മേളം, ചെണ്ടമേളം, പിന്നെ 2 കുതിര ഉണ്ടാവും. 2 കുതിര, ചെണ്ടമേളം, പിന്നെ സൗണ്ട് സിസ്റ്റം, പിന്നെ വണ്ടിയിലെ സൗണ്ട്, അങ്ങനെ നിറയെ വരും. പിന്നെ ട്രൂപ്പ് കളിക്കാൻ ഡാൻസുകാര്. അതിന്റെയൊക്കെ ഇടയിൽ നിന്ന് എന്നെ ഒരു കുതിരയെ പുറത്തും കയറ്റി. ആ കുതിരയാണ് എന്നെയും കൊണ്ടുവരുമ്പോ കുതിര കുറെ നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് തളർന്നു. കുതിരയാണെങ്കിൽ എന്നെ എടുത്തു, കുതിര ഫ്രണ്ട് കൊണ്ടൊരു പൊങ്ങു. ഞാൻ എന്റെ എല്ലാ ദൈവങ്ങളും ഞാൻ കഴിച്ചു. പക്ഷെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവേ, ചിലപ്പോ കൂടെയുള്ള ആൾക്കാർ അങ്ങനെ ഇങ്ങനെയും സെലിബ്രേറ്റ് ഇങ്ങനെ ആഘോഷിക്കാൻ. പിന്നെ അങ്ങ് അറ്റം തൊട്ട് ഇങ്ങനെ അറ്റം വരെ എന്റെ ഫ്ലെക്സ് മൊത്തം. ചേട്ടൻ ബ്യൂട്ടി പാർലറിൽ ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ. പിന്നെ എന്റെ ഫ്ലെക്സ് മൊത്തം ഞാൻ ഇവിടുന്ന് അങ്ങ് വീട് വരെ ഒരു 500 മീറ്റർ മൊത്തം നടത്തിപ്പിച്ചു നമ്മള്. അവിടെ മൊത്തം 2 സൈഡും ഫ്ലെക്സ്. അതിന്റെ ഇടയ്ക്ക് ചെണ്ടവേളം, ബാൻഡ് വേളം, അത് കഴിഞ്ഞ് കുതിര, അത് കഴിഞ്ഞ് സൗണ്ട് സിസ്റ്റം വണ്ടി കൊണ്ടുവരുന്നത്. അതിന്റെ ഇടയ്ക്കാണ് എന്നെയും കൊണ്ടുവരുന്നത്, എന്നെ അനുവിന്. ഇതില് ചേച്ചിയുടെ കറുത്ത കൈകളുണ്ടോ? ചേട്ടനും പിന്നെ എന്റെ ഫ്രണ്ട്സും എല്ലാം കൂടി വരെ തീരുമാനിച്ചു. അങ്ങനെ
ഞാന് മെയിൻ ആയിട്ട് ഇവരുടെ മേക്കപ്പ്, കോസ്റ്റ്യൂം, അങ്ങനെ കാര്യങ്ങൾ ഞങ്ങളുടെ വേറെ ഡ്രസ്സൊക്കെ ചേച്ചി സെലക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചേച്ചി അങ്ങനത്തെ ഇത്. പിന്നെ ചേട്ടനാണെങ്കിൽ പണി തരാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേട്ടനായി ഏരിയ നേരത്തെ ഏറ്റെടുത്തു തോന്നുന്നു. ഓക്കെ, അടുത്തത് ചോദിക്കട്ടെ. ഈ ഫണ്ട് മാനേജ്മെന്റ് രണ്ടുപേരും അറിഞ്ഞിരിക്കണം. മണി മാനേജ്മെന്റ് അത് കൃത്യമായിട്ടും കല്യാണത്തിന് മുമ്പ് രണ്ടുപേർക്കും അറിഞ്ഞിരിക്കണം എന്നൊരു അഭിപ്രായമുണ്ടോ? ഉണ്ട്. ഉണ്ട്. എന്തുകൊണ്ട് അതിന് പറയൂ. അതിന് നമ്മള് പൈസ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കയ്യിൽ കാണൂല. അത് ഒന്നാമത്തെ കാര്യം. അതല്ലേ ചേച്ചി ഉദ്ദേശിച്ചത്. കല്യാണം കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ വരും. എനിക്കിപ്പോ ഒരുപാട് ചെലവുകളുണ്ട്. കൂടുതലായിട്ട് നമ്മള് സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട്. അപ്പം ചേട്ടൻ എനിക്ക് പറഞ്ഞു തരും ഇങ്ങനെ. ചേട്ടനാണ് നമുക്ക് ചേട്ടൻ പറഞ്ഞു തരും ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ പൈസ ഒന്നും ചെലവാക്കരുത് എന്നൊക്കെ. അപ്പൊ നമ്മള് അറിഞ്ഞിരിക്കണം ചേച്ചി. ഇപ്പം ഞാനായിരുന്നാലും എന്റെ കയ്യിൽ പൈസ ഇരിക്കുമ്പോൾ എനിക്കത് എങ്ങനെയെങ്കിലും ചെലവാക്കണമെന്ന് തോന്നും. പക്ഷെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നിട്ട് ഇല്ലാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ്. എനിക്ക് കാണുന്നതൊന്നും വാങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കും. അതുകൊണ്ട് കയ്യിൽ എപ്പോഴും പൈസ വെച്ചിട്ട് വേണം ആവശ്യത്തിന് ഉള്ള സാധനങ്ങളൊക്കെ വേണം. അങ്ങനെയൊക്കെ. ഇതിപ്പോ ഇവരെക്കാട്ടും കുറച്ചും കൂടെ വർഷം നിങ്ങൾ ജീവിച്ചൊരു എക്സ്പീരിയൻസിലെ എന്താ തോന്നുന്നു ഫണ്ട് മാനേജ്മെന്റ് ഒരു ഇമ്പോർട്ടന്റ്? അതെ, ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെയിനായിട്ട് നമ്മൾ ഫാമിലി ലൈഫിലോട്ട് കിടക്കുമ്പം പിള്ളേരൊക്കെ ആകുമ്പോഴത്തേനും ആവശ്യമാണ്. നമുക്ക് എപ്പോഴായിരുന്നു ഒരു സേവിങ്സ് വേണം. നമുക്കിഷ്ടമുള്ള സാധനം വാങ്ങിക്കാം. പിന്നെ അത് എന്തെങ്കിലും ഒരു, ഞാനാണെങ്കിൽ കൂടുതലും എനിക്കൊരു ഫണ്ട് കിട്ടുമ്പോഴത്തേനും അതിനെ എൻ്റെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചിലവാക്കും. എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം, ഒരു ചെറിയ മോതിരമായിരുന്നാലും ചെറിയ വളയായിരുന്നാലും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഗോൾഡിന് ഇൻവെസ്റ്റ് ചെയ്യും. അത് ഞാൻ അനുവിൻ്റെ അടുത്തും പറയും. നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതെടുത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെക്കണം. അതൊരു അസറ്റാണല്ലോ. അത് ഇപ്പം പിന്നെ പൈസ എന്ന് പറഞ്ഞത് എപ്പോഴും കാണൂല, എപ്പോൾ വേണം എന്തും ആൾക്കാർക്ക് സംഭവിക്കാം. പക്ഷെ ഇതൊക്കെ ഒരു സാധനം ഉണ്ടെങ്കിൽ അപ്പോഴേ എന്തോ ഒരു ഹോസ്പിറ്റൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാമിലിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടല്ലോ, അങ്ങനെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ശരിക്കും നിങ്ങൾക്ക് ലൈഫിലേക്ക് പോകുമ്പോൾ ഇവര് വലിയൊരു ഉദാഹരണമാണല്ലേ. മുന്നോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ കറക്റ്റ് വേയിലേക്ക് കൊണ്ടുപോകാൻ ഇവര് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ചോദിക്കട്ടെ. ഒന്ന് പ്രേമിച്ചിട്ടൊക്കെ കല്യാണം കഴിക്കണം എന്ന് അഭിപ്രായമുള്ള ആളുണ്ടോ? അത് ആ പ്രേമിച്ചാൽ തന്നെ കെട്ടണം. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി മനസ്സിലാക്കാൻ. എന്താ തോന്നുന്നത്? രണ്ടുപേരുടെ ലവ് മാരേജ് ആയതുകൊണ്ട് ചോദിക്കാം. മനസ്സിലാക്കുന്ന ഒരാളെ വേണം കല്യാണം കഴിക്കാൻ. പ്രേമിക്കുന്ന ആളെ കല്യാണം കഴിക്കണമെന്ന് പറയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, പ്രേമിക്കുന്ന ആൾ നമുക്ക് ഓക്കെയാണ്, നമുക്കതൊരു കംഫർട്ടബിൾ ആണ്, നമുക്കൊരു സെക്യൂരിറ്റി അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണം. പിന്നെ പരസ്പരം റെസ്പെക്റ്റ് ആയിരിക്കണം. ഇപ്പം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാവും. പക്ഷെ അത് പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ വച്ചിരിക്കാതെ പറഞ്ഞ് അത് മനസ്സിലാക്കി ഇപ്പം ആരുടെ ഭാഗത്താണ് തെറ്റുണ്ട് അത് പറഞ്ഞ് അവരെ മനസ്സിലാക്കി എടുക്കണം. അവിടെയാണ് സക്സസ് ആയിട്ട് പോവുള്ളൂ. ഇല്ലെങ്കിൽ ഫ്ലോപ്പ് ആവും. എൻ്റെ ഫ്ലോപ്പായ ഒരു കാര്യമുള്ളൂ. നേരത്തെ അനു വിചാരിച്ചോണ്ടെന്ന് ഞാൻ ദേഷ്യപ്പെടുക. നേരത്തെ കല്യാണം കഴിയണ മുമ്പ് എനിക്ക് ഇങ്ങനെ വീഴ്ത്തരമുള്ള കാര്യങ്ങളൊന്നും ആരും അറിയത്തില്ല. സർപ്രൈസ് ആയിരുന്നു. വീട്ടിൽ വന്നപ്പോഴാണ് ചേട്ടാ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇങ്ങനെ വെറുതെ ഇരിക്കില്ല എപ്പോഴേ ടൈം പിള്ളേരെ പിറകെ നടക്കുക. ഞാൻ ബാറെടുത്ത് വെച്ച് അനു ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ അടിക്കുക, അമ്മ ഇങ്ങനെ അടിക്കുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ പിന്നെയാണ് അതിന് മനസ്സിലാക്കി. അനുവിന്റെ ഒരു എക്സ്പ്രഷൻ എനിക്ക് അറിയാം ചേട്ടന്. നമ്മള് വീഡിയോസിലൊക്കെ ചേട്ടൻ ഓരോ കോണ്ടന്റ് ഒക്കെ ചെയ്യില്ലേ, ലക്കിയൊക്കെ, അത് തന്നെ റിയൽ കിച്ചൺ. അത് തന്നെയാണ്. നിക്കിയുടെ മഞ്ചൊക്കെ പിടിച്ച് വാങ്ങിച്ചു, അങ്ങനെയൊക്കെ അതെനിക്ക് അറിയാമായിരുന്നു. പിന്നെ ചേട്ടൻ ഉള്ളില് ഭയങ്കര സ്നേഹമാണ്. ദേഷ്യം വരുമ്പോ എന്തേലുമൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടും ഒത്തിരിയൊക്കെ. എന്നിട്ടിപ്പോ ഞാൻ കരയണ കാണുമ്പോ ചിലപ്പോഴൊക്കെ ദൂരെ നിന്നൊക്കെ ഇങ്ങനെ നോക്കി എന്തിനൊക്കെ മിണ്ടാനൊക്കെ വരും. അങ്ങനെയൊക്കെ മെയിനായിട്ട് അനുവിന് ഇങ്ങനെ ഭയങ്കര വികൃതിയുള്ള കാര്യം അനുവിന് അറിയത്തില്ല. ഇവിടെ വന്ന ശേഷമാണ് ഇങ്ങനെയാണ് റിയൽ ക്യാരക്ടർ എന്ന് മനസ്സിലായി. ചേച്ചിക്കൊക്കെ എന്നെ അറിയാലോ നമ്മള്. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കില്ല, ഇങ്ങനെ ബാറൊക്കെ കിട്ടണമെങ്കിൽ തോക്കൂല ഇങ്ങനെ ഉണ്ടാക്കും, അമ്മ ഇങ്ങനെ പോകും, വല്ല സാധനം മറ്റുണ്ട്. രണ്ടുപേർക്കും അതുണ്ട്. ചേട്ടൻ അനിയനുണ്ട്. ചേട്ടൻ അങ്ങനത്തെ കുഴപ്പമുണ്ട്. ചേട്ടനിൽ നിന്ന് അനിയൻ പഠിച്ചു. പിന്നെ ചേട്ടൻ പിന്നെ നമ്മളിങ്ങനെയൊക്കെ ആണെങ്കിലും മീനൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചേട്ടനാണെങ്കിൽ പറയാടാ ഞാൻ ഇങ്ങനത്തെ വാങ്ങാൻ പോകും, നീ പറയില്ല. ഞാൻ പറഞ്ഞു ചേച്ചി വിളിച്ചു പറയും, ചേച്ചി ഇങ്ങനത്തെ പൈസ ഇല്ലാക്കിയത് മീൻ വാങ്ങാൻ പോകുന്നു. അതൊക്കെ ഫിഷിംഗ് ഭയങ്കര ഇഷ്ടമാണ്. മീന് ചേട്ടൻ മീൻ പിടിച്ച് ഇവർക്കൊക്കെ പിള്ളേർക്കൊക്കെ വച്ചു കൊടുക്കും. ചേട്ടൻ കഴിക്കില്ല. ഫ്രൈ ചെയ്ത് ഫിഷ് കഴിക്കില്ല. പുഴമീനൊന്നും കഴിക്കില്ല.
ആൾക്ക് പിടിച്ച് കുക്ക് ചെയ്ത് കൊടുക്കാൻ കുക്ക് ചെയ്യാൻ ഭയങ്കര എത്ര ഇതാണെങ്കിലും പിടിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എല്ലാവരും നമ്മൾ വെറുതെ ഇരുന്നാലും നമ്മളെ വിളിച്ചുകൊണ്ട് എല്ലാം എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഫിഷ് ഉണ്ടാക്കിയിട്ട് നമ്മൾ തിന്നാൽ മാത്രം മതി. കുക്ക് ചെയ്ത് തോന്നുന്നല്ലേ? ചേട്ടൻ തന്നെ കുക്ക് ചെയ്യും. ആളുണ്ടാക്കുന്നതിൽ ഏറ്റവും അടിപൊളി ഫുഡ് ഏതാ? എനിക്ക് ചേട്ടൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കും, അത് ഭയങ്കര ഇഷ്ടം. ചേട്ടൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. എല്ലാം ചെയ്യും. പന്നി ഇറച്ചി അത് എന്നുവെച്ചാൽ ചേട്ടൻ നിക്കുന്നില്ലേ അവിടെയാണെങ്കിൽ ഇവരുടെ റൂമില് കുറച്ച് ഒരു 4-5 പേരൊക്കെ ചേർന്ന് ഇതുപോലെ കുക്ക് പിന്നെ മെയിനായിട്ട് ചേച്ചി ഗർഭിണിയെന്ന് ലക്കിയുടെ ടൈം. അപ്പം കൊറോണ ടൈമായിരുന്നു. ചേട്ടനായിരുന്നു മൊത്തം ഫുഡ് ഉണ്ടാക്കി. ഞാൻ ചേട്ടനും കൂടെ ഇവിടെ. അപ്പൊ അമ്മ അവിടെയാണ് നിൽക്കുന്നത്. അമ്മ അച്ഛനും അച്ഛൻ വിളിക്കും. അങ്ങനെ ഞാനും ചേട്ടനും വീട്ടിൽ പോയിട്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ല. ഞാൻ ഇപ്പൊ ഫോൺ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. ചേട്ടൻ തന്നെ എല്ലാ കാര്യങ്ങളും ഓടി കിടന്ന് രാവിലെ കാപ്പി, ഉച്ചയ്ക്ക് ചോറ്, രാത്രിക്കുള്ള എന്റെ അടുത്ത് സാധനം മാറ്റി ഞാൻ പറയും. അങ്ങനെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കൊറോണ ആയതുകൊണ്ട് ചേട്ടൻ അകത്ത് കയറാൻ പറ്റില്ല, പുറത്ത് ഇങ്ങനെ തന്നിട്ട് പോകും. ആ മഴയത്ത് എനിക്ക് അതൊക്കെ ഭയങ്കര ഫീൽ ആയിരുന്നു. ഞാൻ നനയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള അന്ന് നമുക്ക് കാറൊന്നും ഇല്ലായിരുന്നു, ബൈക്കിൽ ചേട്ടൻ വരും. ആ ഒരു ജേർണി ഉണ്ടല്ലോ നിങ്ങളുടെ, ഒന്നുമില്ലായ്മയിൽ നിന്നാണല്ലോ നിങ്ങൾ വന്നത്. മേ ബി അതായിരിക്കും തോന്നുന്നു നിങ്ങൾ വലിയ തോതിൽ ഒന്നും ബാധിക്കാത്ത. കാരണം നിങ്ങൾക്ക് അത് തിരിച്ചു പോയാലും നിങ്ങൾക്കത് ആ ലൈഫ് ഓക്കെയാണ്. അതായിരിക്കും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കേട്ടോ. അത് തന്നെയാണ് നിങ്ങളെ വലിയൊരു ഫെയിം ഒന്നും അധികം ബാധിക്കാതെ എല്ലാവരായിട്ട് ഇപ്പൊ ഈ വീട് പാലിച്ച സമയത്ത് ഒരുപാട് പേര് വന്ന് എല്ലാവരെയും കാണിക്കാനും വീഡിയോ ചെയ്യാനും അങ്ങനെ ജാടയൊന്നും ഇടാനൊന്നും നിന്നില്ല. ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരായിട്ട് ഒരുപോലെ ആയിട്ടാ കണ്ടേ. പിന്നെ ആ ഒരു ഹെഡ് വെയിറ്റ് നിങ്ങൾക്ക് ഇല്ലാത്തതിന്റെ റീസൺ അതാണ്. നേരത്തെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നില്ല, നമ്മൾ ഓർമ്മയായിട്ട് ഇങ്ങനെ വന്നില്ല. നമുക്ക് എല്ലാവരും ഒരേപോലെയാ. നമ്മൾ എല്ലാ സിറ്റുവേഷനിൽ നിന്ന് വന്ന ഒരാളായുണ്ട്, ആൾക്കാരാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മളെക്കാളും ഇപ്പൊ റീല് ചെയ്യുന്നവരായിരുന്നാലും നമ്മളിങ്ങനെ അടുത്ത് പോയി കാണുമ്പോ അവിടെ കൊള്ളാം, വീഡിയോ ഒക്കെ കൊള്ളാം. നമ്മളെ റീല് നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. അവര് ഇങ്ങോട്ട് പറഞ്ഞു പോകുമ്പോ നമ്മൾ പറയും അവിടെ നിന്റെ റീല് കൊള്ളാം കേട്ടോ, സൂപ്പറാ. അയ്യോ ചേട്ടാ എന്റെ റീല് കാണോ? അങ്ങനെ അവരിങ്ങനെ ചോദിക്കുമ്പോ എന്റെ റീല് നീ കാണോ ഒന്ന് അങ്ങോട്ട് നമ്മൾ ചോദിക്കും. അങ്ങനത്തെ നമുക്ക് ആദ്യമൊക്കെ വിചാരിച്ചു നമ്മൾ ആർക്കും അറിഞ്ഞൂടായിരിക്കും. പക്ഷെ നമ്മൾ ഇടയ്ക്കൊരു മറ്റേടെ ഒരു മീറ്റപ്പിന് പോയപ്പോഴത്തേനാണ് നമുക്ക് നമ്മളെ വില തന്നെ മനസ്സിലായത്. സീരിയസ് ആയിട്ട് നമ്മളിങ്ങനെ അവരെയൊക്കെ വെറുതെ ചുമ്മാ വീഡിയോ ഇട്ട് വ്യൂസ് ഒക്കെ എന്താന്ന് പറഞ്ഞു. യൂട്യൂബ് എന്താണ്, ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീലിട്ട് ഇങ്ങനെ അയക്കോ, യൂട്യൂബിൽ ഇങ്ങനെ അയക്കോ, ഫേസ്ബുക്കിൽ ഇങ്ങനെ ചുമ്മാ കൂടി ഞാൻ റീല് കണ്ടന്റ് ഒക്കെ ചെയ്ത് അപ്പോഴേ നന്നായിട്ട് നല്ല സീരിയസ് ചെയ്ത ടൈമിൽ ഭയങ്കരമായിട്ട് റീച്ച് ചെയ്ത് നിന്ന ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചുമ്മാ കൂടി ഒരു മീറ്റപ്പിന് കൊച്ചിയിൽ വെച്ചായിരുന്നു മീറ്റപ്പ്. അപ്പോൾ നമ്മൾ ആ മീറ്റപ്പിന് പോയപ്പോൾ നമ്മളിങ്ങനെ ബാക്കിയുള്ളവരെല്ലാം ഒത്തിരി ഇൻസ്റ്റയിലുള്ള എല്ലാവരും വന്നു. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് നമ്മളിങ്ങനെ പറയാം നമ്മളിങ്ങനെ ഒറ്റയ്ക്ക്, ഞാനും കിച്ചു അപ്പൊ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോണു. അയ്യോ നമ്മളാർക്കും അറിഞ്ഞൂടായിരുന്നു, നമുക്ക് അവിടെ പോയി മാറി നമുക്കൊന്നും അറിയില്ല. കാർത്തിക് സൂര്യൊക്കെ ഉണ്ടായിരുന്നു, ചേട്ടനൊക്കെ അവിടെ നിന്ന് ഇന്റർവ്യൂ ആർക്കൊക്കെ എടുത്തോണ്ടിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ മാറുന്നു, അപ്പൊ എല്ലാരും വന്ന് സംസാരിച്ചു. നമ്മൾ ഓരോരുത്തരും പോയി സെൽഫി എടുക്കുകയാണ്. ചേട്ടാ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ നിൽക്കുക കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ പോയി ഫോട്ടോ എടുക്കും, വീഡിയോസ് കാണാം, എങ്ങനെയുള്ള ഐഡിയ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഏതായാലും ഭയങ്കര മോട്ടിവേഷൻ അല്ലേ. നമ്മൾ പോയിക്കുന്ന എല്ലാവരും നമ്മൾ ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് പറയാ അന്ന് എങ്ങനെ കൂട്ടുന്നത് എങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരും ഐഡിയ. അങ്ങനെ ഭയങ്കര മോട്ടിവേഷൻ. അപ്പൊ നമ്മൾ അറിയാല്ലേ എല്ലാവർക്കും വന്ന ഏകദേശം ഞാൻ ഭയങ്കര നമ്മൾ പൊക്കി പറയുന്നില്ല, വന്ന എല്ലാവർക്കും നമ്മളെ അറിയാന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു. പിന്നെ നമുക്ക് അന്ന് പിന്നെ അച്ഛൻ്റെ അടുത്ത് അതുപോലെ ചേട്ടൻ്റെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ പോയി പറഞ്ഞു നമ്മളെല്ലാവർക്കും അറിയാം, നമ്മൾ വിചാരിക്കും നമ്മളെ ആർക്കും അറിഞ്ഞു. അതിപ്പോഴായിരുന്നാലും അങ്ങനെ തന്നെ. നമ്മൾ ദൂരോട്ട് ഇപ്പൊ ചെന്നൈയില ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ളവര് നമ്മുടെ അടുത്തൊന്ന് സംസാരിക്കും, റീൽസ് ഒക്കെ ചെയ്യണല്ലേ, യൂട്യൂബിലൊക്കെ ഉള്ള ആളല്ലേ എന്ന്. നമ്മുടെ പേര് വരെ ചിലവര് എടുത്തു പറയും. ലക്കിന്ന് പേര് ഓൾറെഡി എല്ലാവർക്കും അല്ലേ. ലക്കി ഭയങ്കര ലക്കാണ് അല്ലെ, ആള് വന്ന ശേഷമാണല്ലോ ഇത് വന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആളുകളാണ് ഇപ്പോഴും കുറെ പേര് കൂടിയുണ്ട്. അവർക്കൊക്കെ നിങ്ങളെ കറക്റ്റ് അറിയാം, നിങ്ങൾ എന്താണെന്നും എങ്ങനെയാണെന്ന് അറിയാം. പുതിയതായിട്ട് വന്നവർക്കാണ് ചിലപ്പോൾ ഡൗട്ട് പല കാര്യങ്ങളും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും, ശല്യം ചെയ്യും. പക്ഷെ പണ്ട് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഇപ്പോഴും ഇത്ര വർഷത്തിന്റെ കൂടെ നിൽക്കാന്ന് അവരൊക്കെ ഉണ്ടല്ലോ. ഇപ്പം എന്തെങ്കിലും ഒരു ബാഡ് കമന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അറിയാന്നുള്ള അവര് എന്നുവെച്ചാൽ പണ്ടേ മുതലുള്ള ആൾക്കാർ അതിന് താഴെ റിപ്ലൈ കൊടുക്കും. ഭയങ്കര സന്തോഷം തോന്നാം. യൂട്യൂബിലാണെങ്കിൽ ആരും എന്തോ പറഞ്ഞെന്ന് കമന്റ് ഇട്ടപ്പോൾ പരസ്പരം അടി അവിടെ കിടന്ന് നമ്മൾ അറിയാനുള്ളവർ ഭയങ്കര ഇതായിരുന്നു. അതല്ലേ നിങ്ങൾ പല സ്ഥലത്തും മറുപടി പോലും കൊടുക്കേണ്ട ആവശ്യമില്ല, അറിയുന്ന ആൾക്കാർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. അതേപോലെ നമ്മൾ അറിയുന്നവർക്ക് നമ്മൾ മനസ്സിലാതെ അത്ര മനസ്സിലാക്കിയാൽ മതി എന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, അതിലേ നിൽക്കണേ.